റഷ്യൻ യുക്രൈൻ യുദ്ധത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ അടുത്ത സുഹൃത്തായി കാണുന്നതിന് റഷ്യയോട് നന്ദി പറഞ്ഞ നരേന്ദ്രമോദി സംഘർഷം അവസാനിപ്പിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. റഷ്യയും യുക്രൈനും തമ്മിലെ തർക്കത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം കൂടിക്കാഴ്ചയെ വിമർശിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. നോർത്ത് റൺവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. റൺവേയിലെ തിരക്ക് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ റൺവേ നിർമ്മാണം. മരുന്നുകുറിപ്പ് ദുരുപയോഗം ചെയ്താൽ 1,00,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ. കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പിഴത്തുകയും വർദ്ധിക്കും. 20,000 ദിർഹം മുതലാണ് പിഴ. ചില മരുന്നുകൾ ലഹരിയായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണിത്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്തത് 10 ലക്ഷത്തിലധികം തീർത്ഥാടകരെന്ന് സൗദി റെയിൽവേസ് കമ്പനി. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ 42% വർധനയാണിത്. 3,895 സർവീസുകൾ റെയിൽവേ പൂർത്തിയാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ സ്ത്രീയെ മരുഭൂമിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുവൈത്ത് സ്വദേശിനിയുടെ മൃതദേഹമാണ് സൗദിയിലെ ജുബൈലിന് വടക്ക് മരുഭൂമിയിൽ കണ്ടെത്തിയതായി കിഴക്കൻ പ്രവിശ്യ പോലീസ് അറിയിച്ചത്. കുവൈത്തിലേക്ക് മടങ്ങുന്നതിനിടെ തർക്കത്തെ തുടർന്ന് ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ചെന്ന് ഭർത്താവ് അറിയിച്ചിരുന്നു. യുവതി തിരികെ എത്താത്തതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം മരുഭൂമിയിൽ കണ്ടെത്തിയത്. യുഎയിലെ സ്കൂൾ ടോപ്പർക്ക് അപ്രതീക്ഷിത സമ്മാനവുമായി യുഎഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ക്യാഷ് പ്രൈസും ഹൃദയസ്പർശിയായ സന്ദേശവുമാണ് സർട്ടിഫിക്കറ്റിനൊപ്പം ഷെയ്ഖ് മുഹമ്മദ് സമ്മാനമായി നൽകിയത്. 2023-24 വർഷത്തെ യുഎഇ ടോപ്പേഴ്സായ 8 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനം നൽകിയത്. ഖത്തറിൽ സമൂഹമാധ്യമത്തിലൂടെ വിദ്വേഷണ പ്രചാരണം നടത്തിയ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. വിദ്വേഷണ പ്രചാരണം നടത്തുകയും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്ത കേസിലാണ് 4 പേർ അറസ്റ്റിലായിരിക്കുന്നത്. എക്സിലൂടെ ഇവർ നടത്തിയ പോസ്റ്റാണ് അറസ്റ്റിലാവാൻ കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. തുടർ നടപടികൾക്കായി ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.